ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന പുതിയൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് ഗോ 1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം HD റെസൊല്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഈ ഫോണിൻ്റെ വില 7300 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷനെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം HD റെസൊല്യൂഷൻ ഓക്കെയാണ്. LCD പാനലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരിക. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 7300 രൂപ പ്രൈസ് റേഞ്ചിൽ പൊതുവേ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെയാണ് മാക്സിമം വരാറ്. അപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കും. പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നു എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഡൈനാമിക് പോർട്ട് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് iPhone 15 സീരീസിലേതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരും. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ സ്റ്റാർട്ട് റെയിൽ ബ്ലാക്ക്, ലൈം ഗ്രീൻ, അതുപോലെ തന്നെ ഗ്ലിറ്ററി വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T615 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. ഇതിൽ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ 4GB റാമും 64GB ഇൻറ്റേർണലൊക്കെ ബേസ് വേരിയൻറ്റിൽ വന്നേക്കാം. 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ LPDDR4Xൻ്റെ റാമും അതുപോലെ തന്നെ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. അതും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ DTS ഓഡിയോ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. Android 14 ബേസ് ആയിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹാങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറിൽ ഗോ എഡിഷനാണ് കൊടുക്കാറ്. ഇത് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷനാണ്. ഗോ എഡിഷൻ ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 13 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ ഒരു AI ലെൻസും ഇതിൽ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചെറുതാണെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസർ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ഫോണിൻ്റെ വില 7299 രൂപയായിരിക്കുമെന്നാണ്. എന്തായാലും സെപ്റ്റംബർ 3 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സെയിൽ ഡേറ്റ് അന്നാണ്. ആ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ 7300 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് എടുത്തു വരേണ്ട കാര്യമാണ്. IR ബ്ലാസ്റ്റർ എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ IP54 റേറ്റിംഗും എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫോൺ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും. എന്തായാലും ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.